യൂട്യൂബിലൊക്കെ ഈ ഹെൽത്ത് ടിപ്സ് ഫോളോ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും കേട്ടിരിക്കുന്ന ഒന്നാണ് കരിഞ്ജീരകത്തെ പറ്റി, അഥവാ ബ്ലാക്ക് സീഡ്, ബ്ലാക്ക് ക്യുമിൻ എന്നൊക്കെ പറയും. അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എത്ര ഡോസിലാണ് അത് കഴിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോ. ഐ എം ഡോക്ടർ ലക്ഷ്മി ശരണ്യ. വെൽക്കം ടു മൈ ചാനൽ. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ കരിഞ്ജീരകം. വളരെ പണ്ട് തന്നെ ഖുറാനിൽ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, മരണത്തെ ഒഴികെ ബാക്കി എല്ലാ രോഗങ്ങളെയും ചെറുക്കാനുള്ള ശേഷി ഈ കരിഞ്ജീരകത്തിനുണ്ട് എന്ന്. അപ്പൊ അത്രത്തോളം വ്യാപകമായി അത്രയും ഗുണമുള്ള ഒരു സാധനം ആയതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. കരിഞ്ജീരകത്തിലെ കണ്ടൻസ് നോക്കുകയാണെങ്കിൽ അതിൽ തൈമോക്വിനോൺ, തൈമോൾ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഉണ്ട്. അത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ഓക്സിഡേറ്റീവ് ആണ്, അതുപോലെ ആന്റിസെപ്റ്റിക് ആണ്, ആന്റി മൈക്രോബിയൽ ആണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഈ ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ. പ്രധാനമായിട്ടും വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വായുകോപം കുറയ്ക്കാനും ദഹനശക്തി കൂട്ടാനും അതുപോലെ ഭക്ഷണത്തിന്റെ രുചിയും ടേസ്റ്റൊക്കെ നൽകാനൊക്കെ ഈ ഒരു ക്യുമിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗർഭാശയ ശുദ്ധിക്ക്, പ്രസവശേഷം നമ്മുടെ ഗർഭാശയം ശുദ്ധിയാവാനൊക്കെ നമ്മൾ ഈ കരിഞ്ജീരകം കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, അതായത് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ചുമ, തുമ്മല് എന്നുണ്ടെങ്കിൽ, അലർജി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ടോൺസിലൈറ്റിസ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു കരിഞ്ജീരകത്തിന്റെ പൊടി തേനിൽ ചാലിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആവി പിടിക്കുന്ന വെള്ളത്തിൽ 3-4 ഡ്രോപ്സ് ഈ കരിഞ്ജീരകത്തിന്റെ ഓയിൽ ഒട്ടിക്കുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ മുടിയുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ കരിഞ്ജീരകം ഉപയോഗിക്കാറുണ്ട്. മുടി തഴച്ചു വളരാനും അതുപോലെ അകാല നില തടയാനൊക്കെ എണ്ണ കാച്ചുമ്പോൾ കരിഞ്ജീരകം കൂടെ ഇട്ട് കാച്ചാം. അതുപോലെ ഉറക്കക്കുറവുള്ള ആളുകൾക്ക് ഈ കരിഞ്ജീരകത്തിന്റെ പൊടി തേനിൽ ചാലിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഈ ഒരു കരിഞ്ജീരകം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഉപയോഗമാണ് കൃമി വിരാശല്യത്തിലൊക്കെ 3-4 ഡ്രോപ്പ് കരിഞ്ജീരകത്തിന്റെ എണ്ണ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പല്ലുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കോട്ടൺ എടുത്ത് ഈ കരിഞ്ജീരകത്തിന്റെ എണ്ണയിൽ മുക്കിയിട്ട് ആ ഒരു ഭാഗത്ത് കടിച്ചു പിടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു വേദനയിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും. അതുപോലെ ജോയിന്റിന് വേദന എന്നീ അവസ്ഥകളിലും നമുക്ക് കരിഞ്ജീരകത്തിന്റെ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഷുഗർ പേഷ്യൻസിന്, കൊളസ്ട്രോൾ ഉള്ളവർക്ക്, BP ഉള്ളവർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം, ഒരു കുഴപ്പമില്ല. അതുപോലെ ഇത് കഴിക്കേണ്ട രീതികൾ പലതാണ്. ഇത് നമുക്ക് വറുത്ത് പൊടിച്ച് കഴിക്കാം, അതുപോലെ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിക്കാം, അതല്ലെങ്കിൽ നേരെ ചവച്ചരച്ചും കഴിക്കാം. പക്ഷെ ഇതിനൊരു ചെറിയ അലർജി ചെയ്യാൻ ആൾക്ക് കാണാറുണ്ട്. അങ്ങനെയുള്ളവർ അത് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം കഴിക്കാം. ഇതിനൊരു ഡോസ് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 3 ഗ്രാം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ കഴിക്കരുത്. ഇനി ഓയിലൊക്കെ ആണെങ്കിൽ 3 ml കഴിക്കാം. ഇനി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിക്കാം എന്ന് പറഞ്ഞല്ലോ, അത് ഒരു കുടിവെള്ളമായിട്ട് ഒരു ദിവസം ഫുൾ ഉപയോഗിക്കരുത്. ഒരു 2-3 ഗ്ലാസ് ഒക്കെ കുടിക്കാൻ പാടുള്ളൂ. പല ആളുകളും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ആന്റി ഓക്സിഡന്റ് ഒക്കെ ആയിട്ട് ഈ ഒരു കരിഞ്ജീരകം വളരെ ദീർഘകാലം ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ അത് നല്ലതല്ല. ഒരു 20 to 30 ഡേയ്സ് നമുക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്ത് വീണ്ടും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക്, അതായത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, സർജറി കഴിഞ്ഞ ആളുകളൊക്കെ ഈ ഒരു കരിഞ്ജീരകം ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ചില ആളുകൾക്ക് കരിഞ്ജീരകം കഴിക്കുമ്പോൾ ചെറിയ അലർജിക് റിയാക്ഷൻസ് ഒക്കെ കാണാറുണ്ട്, തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ട്, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ. അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതിന്റെ അളവ് പരിമിതപ്പെടുത്തണം, അല്ലെങ്കിൽ കഴിക്കാതിരിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.